ഞാൻ ഡെയിലി പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നു ഇവളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ കാണിക്കുന്നില്ല, ഒരു വീട്ടുകാർ സമ്മതിക്കുന്നില്ല കാണാൻ. പിടിച്ചു വെച്ച് കയറി ശരിക്കും. ഞാൻ ഒരുപാട് നാളെ കിട്ടിയ സമയത്ത്, കാരണം പോലീസുകാരെ വക ഭയങ്കര ടോർച്ചറിങ്. കാരണം ഇങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, നമ്മളൊരു വിലയില്ലാത്ത. കാരണം ഒരാണും പെണ്ണുമാണെങ്കിൽ അവർക്ക് പിന്നെയും പ്രശ്നമില്ലായിരുന്നു. ഒരു പെണ്ണും പെണ്ണാകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ, നിങ്ങൾക്ക് പൊക്കൂടെ, എന്നെ കുറെ അവോയ്ഡ് ചെയ്യാനൊക്കെ നോക്കുമ്പോഴേ. പക്ഷെ ഞാൻ ഒറ്റത്തിൽ നിന്നു, ഇവിടെ കണ്ടിട്ട് ഇവിടെ പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. ഇപ്പൊ ആൺപിള്ളേരോട് ഒരു അട്രാക്ഷൻ അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ എങ്ങനെ ലൈഫ് എങ്ങനെ ഒരു ഹസ്ബൻഡും വൈഫും ജീവിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങള്. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും, നിങ്ങളിൽ അത് ആരായിരിക്കും സംശയം ഉണ്ടാവുന്നല്ലേ? അപ്പൊ അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ പോലീസുകാർ അവരാദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനത്തെ റിലേഷൻസൊക്കെ. പത്തനംതിട്ടയിൽ അവർക്കിത് എന്താന്ന് പോലും അറിയില്ല. അതിന് മീനിങ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അവരോട്. അവിടെ വിളിച്ച് ചോദിക്കുന്നു, ഇവിടെ വിളിച്ച് ചോദിക്കുന്നു. അവസാനം വീട്ടിൽ ചെന്നെത്തിയപ്പോൾ ഭയങ്കര സീനായി. ഒരുമിച്ചാണോ നിങ്ങൾ വീട്ടിൽ പോയപ്പോൾ? അല്ല, ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ അപ്പോൾ തന്നെ റിട്ടേൺ പോയി. അപ്പോൾ അവിടെ ഭയങ്കര അടി ഭയങ്കര സീനായിരുന്നു. വിളിച്ചിരുത്തി പോലീസ് സ്റ്റേഷൻ കാര്യങ്ങള് ആദ്യമായിട്ട് കണ്ടതിന്റെ 4ാമത്തെ ദിവസം കൂടെ വന്നു. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻസിനെ കുറിച്ച് അറിയാനായിട്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതൊന്നും അറിയാതെ വന്നതാണോ, എങ്ങനെയായിരുന്നു? ശരിക്കും അറിയൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് മാരീഡ് ആയിരുന്നു? ഞാൻ മാരീഡ്, മോളും ഉണ്ട്. അപ്പൊ ഈ കല്യാണത്തിന് മുമ്പ് ഇത് അറിഞ്ഞിട്ടില്ല? ഇല്ല. സംഗീത എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ല അല്ലേ? ഞാൻ പൊന്നൂസ് എന്നാണ് വിളിക്കുന്നത്. ആണോ? ഇത് സ്നേഹം കൂടിപ്പെട്ട പേരാണോ? അല്ല, ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് അങ്ങനെയാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ക്യാപ്ഷനൊക്കെ ആയിട്ട് നമ്മൾ പൊന്നൂസ് നേടി. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ള 2 സ്പെഷ്യൽ ഗസ്റ്റുകളാണ്, അഞ്ജു ആൻഡ് സംഗീത. ഹലോ. സംഗീത എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ല അല്ലേ? ഞാൻ പൊന്നൂസ് എന്നാണ് വിളിക്കുന്നത്. ആണോ? ഇത് സ്നേഹം കൂടിപ്പെട്ട പേരാണോ? അല്ല, ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് അങ്ങനെയാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ക്യാപ്ഷനൊക്കെ ആയിട്ട് നമ്മൾ പൊന്നൂസ് നേടി. അങ്ങനെ ഇപ്പൊ എല്ലാവരും ആളെ പൊന്നൂസ് എന്നാണ് വിളിക്കുന്നത്. അതെനിക്ക് ഞാനും പേരതാ ചോദിച്ചത്, എനിക്ക് പെട്ടെന്ന് കിട്ടി. സംഗീത ശർമ്മ. ഓക്കെ. നിങ്ങളുടെ ഒരു ഫസ്റ്റ് മീറ്റ് എവിടെ വെച്ചായിരുന്നു? പത്തനംതിട്ട. രണ്ടുപേരും പത്തനംതിട്ട? അല്ലല്ല, ഞാൻ തൃശ്ശൂരാണ്, പുള്ളിക്കാരത്തി പത്തനംതിട്ടയാണ്. ഓക്കെ. ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ടൈം ഓർക്കുന്നുണ്ടോ? പിന്നെ ഓക്കെ, അതൊന്ന് പറയൂ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം കൂടെയാണ് പരിചയപ്പെടുന്നത്. ഞാൻ സമയത്ത് ടിക്ടോക്ക് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. അങ്ങനെ മെസ്സേജ് അയക്കും, കോമൺ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ആ ഒരു ലെവലിൽ ഞാൻ മുന്നോട്ട് പോയിരുന്നു. പിന്നെ എപ്പോഴും അങ്ങനെ കൂടുതൽ സംസാരിച്ചു തുടങ്ങി. മൊബൈൽ നമ്പർ കൊടുത്തു. അങ്ങനെ 2 മാസത്തിന് ശേഷം ഞങ്ങൾ പോയി കണ്ടു. പത്തനംതിട്ട പോയി കണ്ടു. അവളുടെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ആയി, കുറച്ച് ലേറ്റ് ആയി, കുറച്ച് പ്രശ്നമായി. ഓക്കെ. നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു 9 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ വീട്ടിലുള്ള ഒറ്റ മോളാണ്. അപ്പോൾ അവരാകെ ടെൻഷനായി പോയി. അവിടെ വിളിച്ച് ചോദിക്കുന്നു, ഇവിടെ വിളിച്ച് ചോദിക്കുന്നു. അവസാനം വീട്ടിൽ ചെന്നെത്തിയപ്പോൾ ഭയങ്കര സീനായി. ഒരുമിച്ചാണോ നിങ്ങൾ വീട്ടിൽ പോയപ്പോൾ? അല്ല, ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ അപ്പോൾ തന്നെ റിട്ടേൺ പോയി. അപ്പോൾ അവിടെ ഭയങ്കര അടി ഭയങ്കര സീനായിരുന്നു. വിളിച്ചിരുത്തി പോലീസ് സ്റ്റേഷൻ കാര്യങ്ങള് ആദ്യമായിട്ട് കണ്ടതിന്റെ 4ാമത്തെ ദിവസം കൂടെ വന്നു. അപ്പൊ എത്ര നാളത്തെ? 2 മാസത്തെ പരിചയം? 2.5 മാസത്തെ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ആദ്യമായിട്ട് കാണല്ലേ, അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആളെ നേരിട്ട് കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയി ലേറ്റ് ആയതിൻ്റെ പേരിൽ അവർ ഭയങ്കര ഇഷ്യൂസ് ആക്കി. ഞാൻ തിരിച്ച് എറണാകുളത്ത് എത്തിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കോള് വന്നു, തിരിച്ചങ്ങോട്ട് തന്നെ വരണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അപ്പോൾ തന്നെ പിറ്റേ ദിവസം വീണ്ടും അങ്ങോട്ട് പോയി. അവിടെ പോലീസ് സ്റ്റേഷൻ, പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ആയി. അല്ല, അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് വീട്ടുകാർ അറിഞ്ഞിട്ടായിരുന്നു ഈ പ്രശ്നം? അറിഞ്ഞു. പറഞ്ഞതാണോ അതോ കണ്ടുപിടിച്ചു? ഫോണ് നോക്കിയിട്ട് അവർക്ക് മനസ്സിലായി ഇത് സാധാ റിലേഷൻ അല്ല എന്ന് മനസ്സിലായി. പിന്നെ അവർ വീട്ടുകാർ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കി. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പഠിപ്പ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്, ഇനി അവളെ ഇഷ്ടത്തിന് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ് അവരെന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ അവിടുന്ന് പോകുന്നു. വീണ്ടും എറണാകുളത്തോട് തിരിച്ചു വന്നപ്പോൾ പകുതിക്ക് വെച്ചപ്പോൾ വിളിച്ചു, എന്നെ അവിടുന്ന് മാറ്റാൻ പോവുകയാണ്. അതിനുള്ള പ്ലാനായിരുന്നു അവർ. ഞാൻ വീണ്ടും റിട്ടേൺ അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു ഇനി കുറച്ച് വഴക്കും അടിയിടിയൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞു. നേരെ അവിടുന്ന് കോന്നി പോലീസ് സ്റ്റേഷനിലോട്ട്. അഞ്ചു ഒറ്റയ്ക്കായിരുന്നോ? അല്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു 2-3 പേര്. അവരും കൂടി കൊണ്ടിട്ട് പോയില്ലായിരുന്നു. അവരുണ്ടായിരുന്നു കറങ്ങാൻ പോയപ്പോഴും. അപ്പോൾ അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ പോലീസുകാർ അവരാദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനത്തെ റിലേഷൻസൊക്കെ. പത്തനംതിട്ടയിൽ അവർക്കിത് എന്താന്ന് പോലും അറിയില്ല. അതിന് മീനിങ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അവരോട്.
അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. സത്യം പറഞ്ഞാൽ LGBTQ എന്നുള്ള ഒരു വാക്ക് നമുക്ക് പരിചിതമായി തന്നെ ഈ ഒരു ഇടയ്ക്ക് അതെ അതെ അതെ. അതിന് മുന്നേ ആരും അങ്ങനെ പബ്ലിക്കായിട്ട് പറച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു 2-3 years ആയിട്ടാണ് കുറച്ചുകൂടി ഇത് കൂടുതലായിട്ട് മുന്നോട്ട് വന്നത്. അതിന് മുന്നേ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും തുറന്നു പറയാൻ തയ്യാറല്ലായിരുന്നു. നമ്മുടെ നാടും നാട്ടുകാര് എന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നൊക്കെയായി. എന്താ മെന്റലി എന്തോ ഇതും കൊണ്ടാ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അവരുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സംസാരം എങ്ങനെയാണ്? അല്ല, അവളുടെ നാടല്ലേ, അവളുടെ നാട്ടിലത്തെ പോലീസുകാര്, അച്ഛൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയപ്പോ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർക്ക് സപ്പോർട്ട് ഞങ്ങളെ കാണിച്ചില്ല. ഒരു 2-3 days ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. കാരണം ഡെയിലി അവിടെ ഹോട്ടൽ റൂം എടുത്തിട്ട് ഞാൻ ഡെയിലി പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നു ഇവളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ കാണിക്കുന്നില്ല, ഒരു വീട്ടുകാർ സമ്മതിക്കുന്നില്ല കാണാൻ. പിടിച്ചു വെച്ച് കയറുന്നു ശരിക്കും. വീട്ടിൽ അടച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ ലൈവ് പോകും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരാകെ സീനാവെന്ന് മനസ്സിലായപ്പോൾ പുള്ളിക്കാരത്തി നേരിട്ട് വന്നിട്ട് പറയട്ടെ, 5 ആയിട്ട് റിലേഷനൊന്നുമില്ല, ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാൻ പോവാണ് എന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. പറയട്ടെ. അപ്പോൾ ഇവളും പറഞ്ഞു ശരി ഞാൻ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. വന്നപ്പോൾ അന്ന് കൊറോണ ടൈമൊക്കെ ആയിരുന്നു. അന്ന് അധികം ആൾക്കാരൊന്നും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ല. അപ്പോൾ ഇവളുടെ ബന്ധുക്കളുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 2 പേരും മാത്രം വന്നാൽ മതി പറഞ്ഞു സിയുടെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ഇവിടെ ചോദിച്ചു ആരെ കൂടെ പോകാനാണ് താല്പര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് അമ്മയുടെ അടുത്തേക്കും പോകണം, എൻ്റെ അടുത്തേക്കും വരണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 5ൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി എന്നാൽ കുട്ടി പ്രായപൂർത്തിയായതല്ലേ, ഇന്നൊന്നും പറയാൻ പറ്റില്ല, 5ൻ്റെ കൂടെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഞങ്ങളെ പുറത്തോട്ട് ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. എങ്ങനെയാ എന്നിട്ട് ഇവിടെ എറണാകുളത്തോട്ട് തിരിച്ചെത്തിയത്? അത് അവർ പറഞ്ഞു പ്രൊട്ടക്ഷൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് വണ്ടി ഇടാൻ പറഞ്ഞു, അതിലോട്ട് കയറാൻ പറഞ്ഞു. എന്നിട്ട് ഇനി 15 ഡിസ്ട്രിക്ട് കഴിഞ്ഞവരെ വണ്ടി അവിടെ നിർത്തല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ നിർത്തുന്നത് ഇവിടെ കൊച്ചി വന്നിട്ട്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ 2.5 മാസത്തെ അന്ന് പരിചയമില്ലല്ലോ അല്ലെ, ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചാറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു 5 അതിന് മുമ്പ് തന്നെ ഈ ഐഡന്റിറ്റി ഞാൻ അതിലേക്ക് വരാം. അപ്പോ എനിക്ക് തോന്നുന്നു അത് നമുക്കറിയാം അല്ലെ, അല്ല ഓൾറെഡി ഐഡന്റിറ്റി പബ്ലിഷ് ചെയ്ത റിവീൽ ചെയ്ത ഒരാളാണ്. അപ്പോൾ പൊന്നൂസ് അങ്ങനെയല്ലായിരുന്നു വീട്ടില്, അങ്ങനെ അമ്മയച്ഛനൊക്കെ പറയുന്ന കേട്ട് വീട്ടിലെ സാധാരണ ഒരു പെങ്കൊച്ചായിട്ട് വളരുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഈ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇതെങ്ങനെ ഈ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ വിശ്വസിച്ചിട്ടല്ല ഞാൻ വരുന്നത്, എനിക്കുള്ള സ്നേഹം കൊണ്ട് മാത്രമേ വരുന്നത്. നാളെ എന്ത് പറ്റും? കാരണം അവർ വിചാരിക്കുന്ന വെച്ചെങ്കിൽ ഞാൻ കൊച്ചി ലൈഫാണ്, ഒരു 10 years ആയിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. നമ്മൾ കാണുന്നതും ടിക്ടോക്കിലാണെങ്കിലും അല്ലെങ്കിലും കുറേ ബോയ് ഫ്രണ്ട്സ്, കുറേ ഗേൾ ഫ്രണ്ട്സ് അവരായിട്ടുള്ള കറക്കാൻ. അപ്പോൾ ഈ നാട്ടും പുറത്തുകാർക്ക് അതൊരു പേടിയാണ് എത്രയാണെങ്കിലും. പിന്നെ നമ്മുടെ ഈ ടാറ്റു അടിച്ചിട്ടുള്ള കോലങ്ങളും സ്റ്റഡും എല്ലാം കൂടി കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ. അപ്പോൾ ഇവൾക്ക് ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്നേഹിച്ചത് കൊണ്ട് മാത്രം വന്നു. പിന്നെ വന്നപ്പോഴാണ് പറയുന്നത് ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ടൊന്നല്ല വന്നേ. അല്ല, നമ്മളിപ്പോൾ വീട്ടുകാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് അല്ല, ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരു നിമിഷത്തിൽ ഇതൊക്കെ കളഞ്ഞങ്ങ് ഇറങ്ങി വരികയാണ് ഒരാളുടെ കൂടെ. അപ്പോഴത്തെ എങ്ങനെയായിരുന്നു ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്? അതൊന്നും ഇപ്പം അറിയത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് ഒരു ആൻസർ ഇല്ല. അന്നേരം എന്തോ തോന്നി. അല്ല, കാരണം സ്റ്റഡീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത് 5 സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഒരു എക്സ്പെക്ടേഷൻ. ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അവൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞപ്പം ഇവർ വീട്ടിലോട്ട് സെക്കൻഡ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവർ പഠിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചോളാം, അതിന് വേണ്ട എൻ്റെ എക്സ്പീരിയൻസ് വെച്ചെങ്കിൽ അവൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അവൾ ബയോടെക്നോളജി പഠിച്ചുകൊണ്ടിരുന്നത് 3 years NSS കോളേജിലായിരുന്നു. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് 6 months കോഴ്സ് എന്തോ ഇല്ലായിരുന്നു, 1 year ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു പഠിച്ചോട്ടെ, 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം, ഞാൻ പഠിക്കൽ എക്സ്പെൻസ് എന്താ വെച്ചാൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അവരതൊക്കെ ഓക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ് ഇവളെ മാറ്റാനുള്ള ശ്രമം ഉണ്ടായിരുന്നത്. ഓക്കെ, കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയായിരുന്നോ? കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. കുറെ കൗൺസിലിംഗ് പോലീസുകാർ തന്നെ തന്നു. ഓക്കെ, എന്നിട്ടും മാറിയില്ല. ഓക്കെ, വീട്ടുകാർ ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ഇപ്പോഴോ? ഇപ്പൊ എല്ലാരും ഇപ്പൊ എന്നേക്കാൾ ഇഷ്ടം അവള് ആണോ? ഇപ്പൊ അവരെല്ലാരും എല്ലാവരും ഉണ്ട്. ഞങ്ങള് വന്നിട്ട് 1 മാസം കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ, അമ്മയൊക്കെ വിളിച്ച്. എന്റെ വീട്ടിലും അറിയാം, അവളുടെ വീട്ടിലും അറിയാം. നിങ്ങൾ വീട്ടിലൊക്കെ പോവാറുണ്ട്, സംസാരിക്കാറുണ്ട്? അമ്മ വരാറുണ്ട്, എല്ലാരും വരാറുണ്ട്, പോവാറുണ്ട്, എല്ലാത്തിനും. അത് അവർ ഉൾക്കൊണ്ടു, അക്സെപ്റ്റഡ് ആയി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴാണല്ലോ ഇപ്പൊ നമുക്ക് ഒരു അട്രാക്ഷൻ, ഇപ്പൊ സ്ട്രെയിറ്റ് ആവുന്ന ആളുകൾക്കാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള സെക്സിനോട് അട്രാക്ഷൻ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ഞാൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ അത് ഏത് ടൈമിലായിരുന്നു?
ഇങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഫസ്റ്റ് റിലേഷൻ ഇത്. അതിന് മുമ്പ് റിലേഷൻസ് ഉണ്ടായിട്ടില്ല? ഇല്ല, ഗേൾ റിലേഷൻ ഉണ്ടായിട്ടില്ല. അല്ല, അപ്പോൾ ബോയ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എനിക്ക് അതൊന്നും ചോദിച്ചാൽ അറിയത്തില്ല, എന്തോ കണ്ടപ്പോ എന്തോ ഒരു ഇത് തോന്നി. സംസാരിച്ച് എന്താ സംസാരിച്ച് പിന്നെ നമുക്ക് അധികം സംസാരിക്കാൻ ടൈമൊന്നും കിട്ടിയില്ല. 2 മാസം ഫോൺ വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ആയി, പിന്നെ വന്നു. പിന്നെ ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ വന്നിട്ട് ഒരുമിച്ചായിട്ടാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത് അറിയുന്നത്. ഞാൻ ചോദിക്കുന്നത് അതാ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോയ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, നോർമൽ ആയിട്ടുള്ള കാര്യം, നമ്മൾ അതിൽ നിന്ന് അത് ബ്രേക്കപ്പ് ആയതായിരിക്കും അല്ലേ, അത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്നപ്പോൾ നിങ്ങൾ അതായത് അഞ്ജുവിനെ മിസ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ വന്നതാണോ അതോ? അല്ല, സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് എന്നെ കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ ഒരു ഇഷ്യൂ അവർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സ്പോട്ടിൽ അവിടെ എത്തി. ദെൻ അവിടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ തിരിച്ച് പോകുന്ന സമയത്തും ഇതേപോലെ അവൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ അതേപോലെ തന്നെ അവിടെ എത്തി. ഞാനൊരു 3-4 ഡേയ്സ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അതായത് വന്നും പോയി ഒരു 4 ദിവസം ഞാൻ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരാൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ വെറുതെ ഒരാളങ്ങോട്ട് ചെല്ലില്ലല്ലോ എന്തായാലും. ഞാനാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എനിക്ക് ചീറ്റ് ചെയ്യാം, കാരണം എനിക്ക് ആ സമയത്ത് എൻ്റെ സേഫ് നോക്കിയാൽ മതി. ഞാൻ അതല്ലേ ചെയ്തേ, കാരണം നമ്മൾ വിശ്വസിച്ചൊരു കുട്ടി ഇപ്പം പോവാണ്ട് എൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും നടന്ന് എൻ്റെ പുറകെ. കാരണം ഇത്ര നാളത്തെ പരിചയമുള്ളൂ, അവർക്കായാലും വേറെ കിട്ടും ഇഷ്ടം പോലെ, ആരും അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് വേണ്ടി തന്നെ പുറകെ വന്ന് എൻ്റെ വീട്ടിലായാലും നാട്ടിലായാലും എല്ലായിടത്തും നാണം കെട്ട് വന്ന് നമുക്കൊരു ഇതൊന്നുമില്ല. ഒരുപാട് നാണം കിട്ടുന്ന സമയത്ത്, കാരണം പോലീസുകാരെ വക ഭയങ്കര ടോർച്ചറിങ്. കാരണം ഇങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, നമ്മളൊരു വിലയില്ലാത്ത ഒരു ഇതില്ലേ. കാരണം ഒരു ആണും പെണ്ണും ആണെങ്കിൽ അവർക്ക് പിന്നെയും പ്രശ്നമില്ലായിരുന്നു. ഒരു പെണ്ണുമാകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ, നിങ്ങൾക്ക് പൊക്കൂടെ, എന്നെ കുറേ അവോയ്ഡ് ചെയ്യാനൊക്കെ നോക്കുമ്പോഴേ. പക്ഷെ ഞാൻ ഒറ്റത്തിൽ നിന്നു, ഇവളെ കണ്ടിട്ട് ഇവള് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം എന്നുള്ളതിൽ അവസാനം അവർക്ക് സംഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പം ആൺപിള്ളേരോട് ഒരു അട്രാക്ഷൻ അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല. ഇപ്പം ഞങ്ങൾ ഇപ്പം എങ്ങനെ ലൈഫ് എങ്ങനെ ഒരു ഹസ്ബൻഡും വൈഫും ജീവിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ. ഓക്കെ. എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരാൾ ഡോമിനേറ്റ്, എത്ര ഇക്വാലിറ്റി പറഞ്ഞാലും ഒരാൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും, നിങ്ങളിൽ അത് ആരായിരിക്കും, ആ ഒരു ഹസ്ബൻഡിന്റെ പൊസിഷനിലാണ്? സംശയം എന്താണല്ലേ? അങ്ങനെ തന്നെയാണോ? അല്ല, കാരണം കുറച്ചുകൂടി മെച്ചുവേർഡ് ഞാൻ അല്ല, ആളുടെ പ്രായത്തിന്റെ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇപ്പം മക്കതയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവളെ നോക്കുന്നു എന്നുള്ളതിൽ ഞാൻ തന്നെയാണ്. ഇപ്പൊ പഠിപ്പിക്കുന്നതൊക്കെ അഞ്ജു തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ പെൺപിള്ളേരെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റുമ്പോഴേ നമുക്ക് ഒരു കോട്ടൺ ഉണ്ട്, അതായത് നമ്മൾ സ്വയം മാറാൻ തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ സ്റ്റൈല്. മുടി വെട്ടിയപ്പോഴത്തേന് കൊറേ വന്ന് ചേച്ചി ബോയ്സ് ആവാൻ പോവാണോ ടോംബോയ് പോവാണോ? ഒരിക്കലല്ല കേട്ടോ, ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ ഇവൾക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടപ്പോൾ ഇൻസ്റ്റയില് സജഷൻ ഒറ്റ ദിവസം കൊണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോയി വെട്ടിച്ചു, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ അവളോടും പറയും, ഇന്ന ഡ്രസ് കോഡ് ഇട്. അങ്ങനെ അത് ബോയിഷ് ആവാനല്ല, നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ലുക്ക് മാറ്റണല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലുക്കൊക്കെ മാറ്റിയാലേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ചെയ്തത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഇതിലോട്ട് പോവാനോ ഒന്നും അല്ല. ഈ ടാറ്റു ഒക്കെ ചെയ്തത് വർഷമായിട്ടുണ്ട്. അതൊക്കെ ഒരു ഇഷ്ടത്തിന്റെ പുറത്താക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ടാറ്റു സ്റ്റഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ട്. അത് ടാറ്റു അടിച്ച് പിന്നെ ഇപ്പോൾ ഫുള്ള് ടാറ്റു കഴിഞ്ഞപ്പോൾ മറച്ചിട്ട് വന്നേ ഉള്ളൂ. ഓക്കെ. അഞ്ജുവിന്റെ ഒരു ഐഡന്റിറ്റി ഇതാണെന്ന് തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപായിരിക്കും. അതെ അതെ അല്ലെ? അപ്പൊ ആ സമയത്ത് മാരീഡ് ആയിരുന്നു? ഞാൻ മാരീഡ്, മോളും ഉണ്ട്. അപ്പൊ ഈ കല്യാണത്തിന് മുമ്പ് ഇത് അറിഞ്ഞിട്ടില്ല? ഇല്ല, മനസ്സിലായിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. പിന്നെ അത് അത്ര നല്ല സക്സസ്ഫുൾ അല്ലാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ എനിക്ക് ബെറ്ററായിട്ട് തോന്നി നമ്മുടെ കാര്യങ്ങൾ പറയാനും കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ലത് എത്രയും പെണ്ണ് തന്നെയാണെന്നുള്ളത്. അത് ചിലപ്പോൾ എൻ്റെ ഭാഗത്തുള്ളത് തന്നെയായിരിക്കാം, എനിക്കങ്ങനെ തോന്നി കുറച്ചുകൂടി. അപ്പോൾ ഞാൻ അടുത്തത് പെൺപിള്ളേരായിട്ടായിരുന്നു, ഫ്രണ്ട്സ് അവരായിരുന്നു. ഓക്കെ. അത് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കുറേ പെൺപിള്ളേരുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ വരത്തില്ലായിരിക്കും അല്ലേ? ഒരിക്കലുമില്ല. അത് നമുക്ക് അതിൻ്റെ ആവശ്യം ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ടൈമിൽ. ഇത് നമ്മുടെ ലൈഫ് ആയപ്പോൾ കുറച്ചുകൂടി നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. ഞാൻ ബിസിനസ്സായിട്ട് ഇവിടെ വന്നു, ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നിട്ട് ഫ്രണ്ട്സ് വന്നു, അവരാണ് ഫസ്റ്റ്. ഇതെന്താന്ന് പോലും എനിക്ക് വന്ന് അറിയില്ലായിരുന്നു, അവരാണ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഇതിലോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ പ്രശ്നങ്ങളൊക്കെ ആയി പുറത്തിറങ്ങിയ ശേഷമാണ് എൻ്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന് മനസ്സിലായത്. അതെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് തുറന്നു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ അവർക്കറിയാം. ഞാൻ ഇതുവരെ മോശമായിട്ടൊന്നും അവർ മുന്നിലോട്ട് പോയിട്ടില്ല.
ഞാൻ പെൺപിള്ളേരെ മാത്രമേ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുള്ളൂ. ആൺപിള്ളേരോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഞാനൊന്നും വീട്ടിൽ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ചൊരു കംഫർട്ട് ഇവരുടെ അടുത്താണ്. കാരണം വേറെ ആമ്പിളേരെ കൂടി ഒന്നല്ലല്ലോ, വീട്ടുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നില്ല. ഞാൻ സ്വന്തം കാലിൽ ജീവിക്കുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, അപ്പൊ മോളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നു, ഇത് മോളുടെ ലൈഫിനെ ഇനി ബാധിക്കുമോ അങ്ങനെ ഒരു? ഇല്ല, ഞാൻ അവളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ നടക്കുന്ന പെൺപിള്ളേർ എല്ലാവർക്കും അവളെന്നെ അറിയാം. ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ ഇഷ്ടം അവൾക്ക് പൊന്നൂസിനെയാണ്. ഇത്രയും ഇപ്പം മിനിയാന്ന് പോയുള്ളൂ മോള് ഇവിടുന്ന്. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് പഠിക്കുന്നത്, തൃശ്ശൂർ വന്നിട്ട്. അപ്പോൾ കുറച്ചൊരു കമ്പനി ഇവളായിട്ടാണ്. അതുകൊണ്ട് അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഞങ്ങൾ ചെറിയ ചെറിയ വഴക്കുണ്ടാകുമ്പോൾ തന്നെ അവളെ കോംപ്രമൈസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കുഞ്ഞ് വേണമെന്നൊരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നും. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ഒരു ആഗ്രഹമാണ്. അപ്പോൾ പൊന്നൂസിന് അങ്ങനെ ഒരു തോട്ട് വരില്ലേ? ഉണ്ട്, ഞങ്ങൾ കുറച്ചുകൂടി സെറ്റിലായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഇവിടെ അല്ല, പുറത്തു പോയിട്ട്. എനിക്ക് ഏജ് ആയിട്ടില്ലല്ലോ. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് സെറ്റിലായിട്ട് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും നോക്കണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇപ്പോൾ ലെസ്ബിയൻസ് അല്ലെങ്കിൽ ഗേ കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിലൊരാൾ മാറാൻ റെഡിയാവും. ഇവിടെ മാറാൻ തയ്യാറാവാതെയാണ് താല്പര്യമില്ല. ഓക്കെ, അതല്ലാതെ നമ്മൾ വേറെ ട്രീറ്റ്മെന്റ് വഴി ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കുഞ്ഞ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പൊ കുറെ കപ്പിൾസ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അവര് തന്നെ എഗ് ഒക്കെ റിസർവ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കുഞ്ഞ് എന്നുള്ള ഒരു സ്വപ്നം വരില്ലേ? ഉണ്ട്, ഞങ്ങളത് എൻ്റെ മോളോടും ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അത് അവർക്കും ബുദ്ധിമുട്ടല്ല, അവർക്കും പ്രശ്നമില്ല അത്. പക്ഷെ ഇപ്പം വേണ്ട, ഒരു 2-3 years കഴിഞ്ഞിട്ട് മതി എന്നാണ്. ഓക്കെ, അപ്പോൾ വിവാഹം, അതായത് നമ്മളിപ്പോൾ ഇറങ്ങി വന്നു, ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു, ലിവിങ് ടുഗെദർ ആണ്. അപ്പോൾ വിവാഹം എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിൽ എനിക്ക് വിശ്വസിക്കാനേ ഇഷ്ടമല്ല അത്. കാരണം വിവാഹ ബന്ധമൊന്നും അല്ലാണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ചെയ്യാണ്. 5 years ആയി. അപ്പോൾ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും സൊസൈറ്റിയിലുള്ളൊരിത് മാത്രം. നമ്മൾ മനസ്സുകൊണ്ടല്ല എടുക്കേണ്ട. ആദ്യം അല്ല, എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ കയറി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകണം. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം, അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അത് മതി. അല്ല, അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം, കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു തോട്ട് ഇല്ല, വന്നിട്ടില്ല. ഇതുപോലെ നിങ്ങളിപ്പോ പോകുന്നത് പോലെ തന്നെ. അതെ, ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ സംസാരം വന്നിട്ടില്ല. നമുക്ക് കല്യാണം കഴിക്കണ്ടേ, അതൊന്നും വന്നിട്ടില്ല ഇതുവരെ. നമുക്ക് അങ്ങനെ കല്യാണം അങ്ങനത്തെ താല്പര്യമില്ല, വിശ്വാസമില്ല. പക്ഷെ നമ്മൾ ഈ ലീഗലി ഇതിനൊരു വാലിഡിറ്റി കൊണ്ടുവരിക എന്നുള്ളത്, നമ്മള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ സ്പെഷ്യൽ ആക്ട് വെച്ച് സൈൻ ചെയ്തിട്ട് വന്നത്. ലീഗലി മാരീഡ് ആണത്. ലീഗലി മാരീഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒപ്പിട്ട് വന്നിട്ട്. കാരണം എനിക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം സ്പെഷ്യൽ ആക്ടിൽ കൂടെ ഇപ്പം എനിക്ക് എന്ത് വന്നാലും അവളായിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞ് നമ്മൾ സ്പെഷ്യൽ ആക്ട് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ട് വന്നത്. നമുക്ക് കപ്പിൾ ഇൻഷുറൻസ് ഉണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ. ഞാനത് ചോദിക്കാം, ഈ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള അപ്പോൾ ആ ഒരു കോളം ഉണ്ടാവില്ലേ നമ്മൾ സൈൻ ചെയ്യാനായിട്ട്, അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ്? ഇൻഷുറൻസിൽ ഹസ്ബൻഡ് വൈഫ് എന്നും പറഞ്ഞ തന്നെയാണ്, സ്പോസ് എന്നും പറഞ്ഞ തന്നെയാണ്. ഓക്കെ, അത് ഒരാൾ ഹസ്ബൻഡിന്റെ സ്ഥാനത്തും മറ്റുള്ള വൈഫിന്റെ സ്ഥാനത്തും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഇപ്പൊ ഈ ഹെയർ കട്ടും അല്ലെങ്കിൽ ഈ മാനറിസം ഒക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇങ്ങോട്ട്, അത് മീൻസ് ഈ ഒരു പ്രശ്നത്തിലായി ഇറങ്ങിയ ശേഷം സ്വയം ഒരു രക്ഷയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും അതെ. ഇതിലിപ്പോൾ 2 സിമ്പിൾ പെമ്പിളരാണെങ്കിൽ ഈ സൊസൈറ്റി പറയുമോ അവർ സിമ്പിള്. ഇതല്ലേ, ഞാൻ കുറച്ച് ബോൾഡായി കഴിഞ്ഞാൽ പിന്നെ ഇവളെന്നോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ലേ? എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ 2 പെൺപിള്ളേരാകുമ്പോഴാണ് ആ സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം. അതാണ് അത് ഒരുപാട് സൊസൈറ്റിയിലുണ്ട്. ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് എവിടെ ഇവളെ കൊണ്ട് ചെല്ലാം. സത്യം പറഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം കൂടി അഞ്ജുലേക്ക് വരുന്നു എന്നത് ഒരു ഫാക്ടർ അല്ലേ? ആണ്. ഓക്കെ, ഈ 3/8/2023 ആ ഒരു ഡേറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 3/8 അതിന്റെ ആണല്ലേ ഈ കാണുന്നതൊക്കെ. ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഡേറ്റ് ആണ് അത്. ഞങ്ങളുടെ ജീവിതം മരിച്ചിട്ട് തിരിച്ചു വന്നത്. അതില് എന്തായിരുന്നു സംഭവിച്ചത്? നമ്മള് 18 വീട്ടിൽ പോയത്. ഞങ്ങള് വീട്ടിൽ പോകും. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ നമ്മൾ പുറത്ത് പോയതാ. ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അതിന് അവൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ പിക്കപ്പും കാറും ഇട്ട് ആക്സിഡന്റ് ആയതാ. നമ്മുടെ കാറിൽ ഒന്ന് പിക്കപ്പ് ഇടിക്കായിരുന്നു. നിർത്തിയിട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായുള്ളൂ? അല്ല, വേറെ 2 ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു. അവരൊക്കെ സേഫ് ആയിട്ടിരിക്കും? അല്ല, എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കുണ്ടായിരുന്നു. എത്ര നാളെടുത്തു ഇത് നമ്മളൊന്ന് കവറപ്പ് ചെയ്ത് ഓക്കെ ആയിട്ട് വരാനായിട്ട്? ഞാൻ ഒരു 2 ദിവസം ICU ഉണ്ടായിരുന്നു. അവളൊരു 6 ദിവസം ICU കിടന്നു.
ക്രിട്ടിക്കലായിരുന്നു. എല്ലാവരും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കാരണം 2 റിബ്സിന് ഫ്രാക്ചർ വന്നു. അപ്പം കോമയിലോട്ട് പോകുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മോളെ അവിടെ പിന്നെ മോളെ കൊണ്ടുവന്ന് കാണിച്ചു, വീട്ടുകാരെ കൊണ്ടുവന്ന് കാണിച്ചു. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആക്സിഡന്റ് മരിച്ചിട്ട് തിരിച്ചു വന്നു ഞാൻ. പുള്ളിക്കാരത്തി കാണുന്ന ഭാഗത്തായിരുന്നു, എനിക്ക് കാണാത്ത ഭാഗത്തായിരുന്നു. എന്റെ റിബ്സ് 4-5 ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ശരിയായോ? ഭാരം അധികം എടുക്കാൻ പറ്റില്ല, ചെറിയ സമയത്ത് ഒരു വേദന വരും, അത്രേ ഉള്ളൂ. 2 months ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി ഓക്കെ ആയി അല്ലേ? 1 year കഴിഞ്ഞു. ഓക്കെ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഇപ്പൊ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണോ അതൊരു ഹെൽത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ടാണോ ഈ ജിമ്മിലൊക്കെ പോകുന്നത്? ജിമ്മിലല്ല, ഞാൻ കുറച്ച് വണ്ണം വെച്ച് തുടങ്ങിയപ്പോ അതുകൊണ്ട് ഞാൻ അത്ര വണ്ണം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് വണ്ണം വെക്കണം. അപ്പൊ അതുകൊണ്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാർക്ക് വണ്ണം കുറയ്ക്കാനോ പോലീസിന് താല്പര്യമില്ല, ഒട്ടുമില്ല. ആൾക്ക് നടക്കാൻ ഇഷ്ടമല്ല, ജോലി എടുക്കാൻ ഇഷ്ടമല്ല. ഇതന്നെ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ ഐ മീൻ അഞ്ജുവിന്റെ കൂടെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ മാറി നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ വന്നു. അപ്പൊ ഈ നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻസിനെ കുറിച്ച് അറിയാനായിട്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നോ? അതൊന്നും അറിയാതെ വന്നതാണോ? എങ്ങനെയായിരുന്നു? ശരിക്കും അറിയൊന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും അറിഞ്ഞാൽ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എനിക്കും അവളെ അറിയത്തില്ലായിരുന്നു. അല്ലാതെ നമ്മൾ ഒരുപാട് നാൾ പ്രേമിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നും അല്ല. നമ്മൾ 2 മാസം പ്രേമിച്ചു, ഒന്ന് കണ്ട് ഭയങ്കര ഇഷ്യൂസായി കൂടെ വന്നു. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ജീവിച്ചു തുടങ്ങി. അത് മനസ്സിലാക്കി തന്നെ തുടങ്ങി. അവിടുന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഐഡിയയും ഇല്ലാതെ അങ്ങനെ വന്ന്. അതെ അതെ. ഓ, അപ്പൊ ഞാൻ ഓർക്കുന്നതല്ല, സാധാരണ എല്ലാവരും പറയുമല്ലോ, അതായത് എനിക്കൊരു മൊമെന്റിൽ എനിക്ക് അട്രാക്ഷൻ ഓപ്പോസിറ്റ് സെക്സിനോട് വരുന്നില്ല, എൻ്റെ ടീനേജിൽ അങ്ങനെ ആയിരുന്നു, അതൊന്നും ഇല്ലാതെ വേറൊരു വഴിയിൽ വന്ന ഒരാളാന്ന് തോന്നുന്നു. അതെ, അതുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫ് ഇത്ര നന്നായിട്ട് പോകുന്നത്. അതിന്റെ റീസൺ അതാ. എല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ അങ്ങനെ വരാറുണ്ടോ? അതായത് ഇപ്പൊ നല്ല ഒരു ആമ്പിള്ളാരെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ലൈഫായിട്ട് ആള് പോവോ എന്നുള്ളൊരു സംശയം? എനിക്ക് ആ കാര്യത്തിൽ ഡൗട്ടില്ല. എനിക്ക് എന്റെ ഡൗട്ടില്ല, അവളുടെ അത്രയും ഡൗട്ടില്ല എനിക്ക്. എന്റെ കാര്യത്തിലെ ഡൗട്ട് അല്ല, മീൻസ് നമ്മൾ പറയില്ല, എനിക്ക് അത്രയും അവളെ വിശ്വാസമാണ്. എനിക്ക് ഞാൻ പറയില്ല, ഇപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഫോണേ ഉള്ളൂ. ഒരു ഫോണാണോ യൂസ് ചെയ്യുന്നത്? എന്റെ ഫോണാണ്, അവൾക്ക് ഫോണില്ല. അല്ല, ഫോണുണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇല്ല, അവൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോളേജിലോട്ട് ഞാൻ കൊണ്ടുവിടുന്നു, കോളേജ് കഴിഞ്ഞ അറ്റ് ടൈം ഞങ്ങൾ വിളിച്ചോണ്ട് വരുന്നു. അവിടെ ഫ്രണ്ട്സ് ഇല്ല, ഒന്നുമില്ല. അല്ല, കോളേജിൽ ചെന്നപ്പോഴത്തേക്കും ഇതിനെ കുറിച്ചൊരു സംസാരം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്കിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ചു പേർക്കൊക്കെ അറിയാം. പിന്നെ പുള്ളിക്കാരൻ അങ്ങോട്ട് പറയാം ആദ്യം, എനിക്ക് റിലേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട്, അതായത് റിലേഷൻ പെട്ടെന്ന് ആളുകൾ വിചാരിക്കുന്നത് ഒരു ബോയ് ആയിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഇപ്പൊ അഞ്ജുവിനെ കാണുമ്പോഴത്തേക്ക് അതൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഞെട്ടൽ ഉണ്ടാവാറുണ്ട് അവർക്ക്? എല്ലാരും കാണുമ്പോ എല്ലാവർക്കും അറിയേണ്ട എന്താ കഥ, എന്താ സ്റ്റോറി ഉണ്ട്, എല്ലാവർക്കും അറിയണ്ട. പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടെ വന്നപ്പോ തൊട്ട് എന്നോട് ആര് കണ്ടാലും എന്നോട് ആദ്യമേ ചോദിക്കണേ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ട എന്റെ കഥ. ഇത് തന്നെ എല്ലാവർക്കും അറിയണ്ടേ കാണുന്നവർക്ക്. അതെ, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബെഡ്റൂമിലെ കാര്യങ്ങളായിരിക്കും അല്ലേ? നിങ്ങൾ കുറെ കമന്റ്സ് വരുന്നത്, ചോദിക്കുന്നത്, അങ്ങനെയുള്ളവരോടൊക്കെ നിങ്ങൾ എന്താ പറയാറുള്ളത്? ഞങ്ങള് കമന്റ്സിന് റിപ്ലൈ ചെയ്യാറില്ല അധികം പറഞ്ഞ. വായിക്കാറുണ്ട്, കാരണം എല്ലാം വായിക്കുമല്ലോ, എല്ലാം വായിക്കും. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല, കാരണം നമുക്ക് തന്നെ ആവശ്യമില്ല റിപ്ലൈ ഉണ്ട്. അവർക്ക് സമയമുണ്ടല്ലേ അവർ കമന്റ് ഇടുന്നേ. നല്ല രീതിക്ക് ആരെങ്കിലും ഇപ്പൊ നമ്മളോട് ഡൗട്ട് ചോദിക്കാൻ നമുക്ക് കൊടുക്കാം, ആസ്വദിക്കാനാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ അതിനായിട്ടൊരു വഴി ഒരുക്കി കൊടുക്കണ്ടല്ലോ. നമ്മളോട് അറിയാൻ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങളെ അമ്മ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ പരിചയപ്പെട്ട അതൊക്കെ നമുക്ക് പറയുന്നത് കുഴപ്പമില്ല. ബെഡ്റൂം കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അവരാ രണ്ടുപേരും കൂടി ഞാൻ കിട്ടിക്കോളാം ഒക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് വരാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചോളാം, നിങ്ങൾ രണ്ടുപേരും ഞാൻ നോക്കിക്കോളാം, ഒരുപാട് വരാറുണ്ട്. എത്ര പറയാ ചേട്ടാ, അത് ബുദ്ധിമുട്ടാവും. രണ്ടുപേരും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഒരാളെ തന്നെ നോക്കാൻ പറ്റാത്ത കാലാണിത്. എനിക്ക് ഞാൻ അതുപോലെ കണ്ട വേറൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ആമ്പിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടുന്നില്ല ഇതുണ്ടല്ലോ, നിങ്ങളെ പോലുള്ളവരാണ് അതിന്റെ റീസൺ. അത് ഇഷ്ടം പോലെ വരാറുണ്ട് കമന്റില്. അതിന് റിപ്ലൈ ചെയ്യാറില്ലേ? ഒന്നിനും റിപ്ലൈ ചെയ്യാറില്ല. അവര് അത് വെറുതെ അവർക്കൊരു രസം. ഞങ്ങളതാ കാണുന്നത്. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ചിരിക്കും എന്നല്ലാണ്ട് ഞങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കാറില്ല. ഓക്കെ, അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതാണ് അഞ്ജുവിന്റെ ഇതിന്റെ താഴെ കമന്റ്സ് വന്നേക്കുന്നത് വാവച്ചി എവിടെ പോയി. അത് ടിക്ടോക്കിൽ എനിക്ക് ഒരു റിലേഷൻ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അതാണ് ഈ വാവച്ചി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നത്. അത്
അതോടുകൂടി അവസാനിച്ചു. ടിക്ടോക്ക് പോയോടുകൂടി അതും പോയി. ടിക്ടോക്ക് ബാൻ ചെയ്തതോടുകൂടി അതും ബാനായി. അല്ല ഞാൻ എന്താ ചോദിക്കുന്നത്, അപ്പൊ നമുക്ക് ഒരു റിലേഷൻ ഇപ്പൊ ബ്രേക്കപ്പ് ആയി, ഇപ്പൊ നോർമൽ ലൈഫിലൊക്കെ തന്നെ, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെ, ഇപ്പൊ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തൊരു റിലേഷനിലേക്ക് പോകാനും ഒരാളെ ട്രസ്റ്റ് ചെയ്യാനും ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ ഈ 2 മാസത്തിന്റെ ഇടയ്ക്ക് വീണ്ടും പരിചയപ്പെടുന്നു? അല്ല 2 മാസമല്ല, പുള്ളിക്കാരി പോയിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞ് ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും വരുന്നത് ഞാനോട് റിലേഷൻ അത് ഞാൻ 6-7 മാസം കഴിഞ്ഞു. അപ്പോഴും അവള് കരഞ്ഞോണ്ട് തന്നെ വിളിക്കുന്നത്, പുള്ളിക്കാരുടെ കാര്യം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നു. എനിക്ക് കാണുന്ന ലുക്കുകൾ ഞാൻ ഭയങ്കര സീരിയസ് ആകും. ഞാൻ ഭയങ്കര സീരിയസ് ആ റിലേഷനിൽ. അപ്പൊ പോയി കഴിഞ്ഞാൽ ഇരുന്ന് കരയും. എന്നെ വിളിക്കുന്ന ആദ്യമേ പുള്ളിക്കാരുടെ കാര്യം പറഞ്ഞ് കരയാനായിരുന്നു. ഓ നിങ്ങൾ അങ്ങനെയായിരുന്നു അവസാനം ഞങ്ങൾ കണക്ഷൻ ആ സ്പേസിലേക്ക് അങ്ങ് കയറി വന്നു അല്ലേ? എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് കുറെ മെസ്സേജ് വരുന്ന ആ ടൈമിൽ ഇഷ്ടംപോലെ മെസ്സേജ് വരുമായിരുന്നു. ബ്രേക്കപ്പ് ആയി പറഞ്ഞാൽ കുറെ പേര് വരുമല്ലോ, കുറെ പെൺപിള്ളേർ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എന്റെ ചാറ്റ് കാണിച്ചെന്ന് ഇഷ്ടം പോലെ പെൺപിള്ളേരെ എനിക്ക് ഓരോ ദിവസവും പ്രപ്പോസലായിട്ട് വരുന്നത്. അപ്പൊ അത് മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് പണ്ടൊക്കെ ഞാൻ ബബിലൊക്കെ പോയ സമയത്ത് ഞാൻ വിചാരിച്ചായിരുന്നു എല്ലാവരും ഫ്ലേട്ട് ചെയ്യാം, എല്ലാവരും ഫ്ലേട്ട് ചെയ്യും. പക്ഷെ എനിക്ക് അതിനൊന്നും ഉള്ള ഒരു ഇതില്ല. ഞാൻ പെട്ടെന്ന് സീരിയസ് ആയി പോകും. ആ റിലേഷനിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ഇന്നായി പോകും അതിനകത്ത് അല്ലേ? അപ്പൊ ഈ വാവച്ചിയുടെ പ്രശ്നം, പുള്ളിക്കാരി പോയി ഇപ്പൊ വേറെ ലൈഫൊക്കെ ആയി. ഞാനും അതിനകത്ത് കണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. അതെങ്ങനെ വീട്ടുകാർ പറഞ്ഞ് കൊണ്ടുപോയതാണോ? എന്തായിരുന്നു അത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് ചിലപ്പോൾ ആ കുട്ടിയുടെ മൈൻഡിലാണ് വന്നതായിരിക്കും. ആ കുട്ടി പോയി, പക്ഷെ ഞാൻ ശല്യം ചെയ്യാനും പിടിക്കാനൊന്നും പോയില്ല. പോയി എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു, ഞാൻ വെച്ച് അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല. ഞാൻ ആ സമയത്തോടെ കരഞ്ഞു വീഴ്ച നടന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നു ഈ റിലേഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ. എത്ര നാൾ ഒരുമിച്ചുണ്ടായിരുന്നു നിങ്ങൾ? അരുവാഴ്ചയായിട്ടോ 6 months എന്തോ ഉണ്ടായിരുന്നു. അല്ല ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇനിയിപ്പോൾ അത് പൊന്നൂസിന്റെ കാര്യത്തിൽ ആവർത്തിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ നന്നായിട്ട്. പിന്നെ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് മനസ്സിലായി. കാരണം എൻ്റെ കൂടെ എല്ലാ സാഹചര്യത്തിലും അവൾ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് സമയത്ത് ആണെങ്കിലും അതിന് ശേഷം ഞങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ നല്ല രീതിയിൽ ഇടിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കയറി വന്നു. അപ്പോൾ എല്ലാറ്റിലും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം ഇത് എന്നെ വിട്ടിട്ട് പോകാനുള്ളതല്ല. ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ, വളരെ മോശമായിട്ട് സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആക്സിഡൻറ്റ് സമയത്തും അല്ലാതെയും. അതിലൊക്കെ എൻ്റെ കൂടെ പറഞ്ഞ് ശരിയാവും എന്ന് പറഞ്ഞു നിന്നത് പുള്ളിക്കാരത്തിയാണ്. കൂടെ നിന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അഞ്ജു ആണെന്ന്. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് വൈഫായിരിക്കും മിക്കവാറും വീടുകളിൽ പണികളൊക്കെ ചെയ്ത് ചായയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു ലൈഫാണോ നിങ്ങൾക്ക്? ചായ ഇട്ട് തരും, ഫുഡൊന്നും വെക്കറിയില്ല. അത് ഞാൻ തന്നെ കയറണം അടുക്കളയിലോട്ട്. ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്തോളും, പക്ഷെ കുക്കിംഗ് ഒന്നും അറിയില്ല. ചായ വെച്ചൊരു രാവിലെ, അത് മാത്രമേ ഉള്ളൂ. ചായ തന്നെ ഇപ്പൊ ഈ അടുത്താണ് ഉണ്ടാക്കാൻ പഠിച്ചത്. പഠിച്ചു വരുന്നേ ഉള്ളൂ, ഒന്നും അറിയാത്തടത്തൊന്നും ഒന്നും അറിയില്ലായിരുന്നു. അമ്മ ഈ മുന്നിൽ നിന്ന് പ്ലേറ്റ് എടുത്തിട്ട് പോകും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയായിരുന്നു. അതിന്ന് ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനൊക്കെയാണ് താല്പര്യം. എനിക്ക് വേറെ ആളെ ഹെൽപ്പിനൊന്നും വേണ്ട. ഇവിടെ വെറുതെ വർത്താനം പറഞ്ഞു നിൽക്കും, ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോണേ. ഓക്കെ. അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു മോളാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ, കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു അപ്രോച്ചൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ ഇഷ്യൂസ് നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. അമ്മ മരിക്കും അങ്ങനൊക്കെ പറഞ്ഞിട്ട് അന്നേരം കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവര് നമുക്ക് ഭയങ്കര സപ്പോർട്ടാ. എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാ ഇഷ്ടാവളെ, എന്നോടൊന്നും പറയൂല, അവളോടെല്ലാം പറയത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളമ്മ വഴക്കുണ്ടായി അമ്മ പറഞ്ഞ് നീ അഞ്ജുനെ പിണങ്ങിട്ട് അങ്ങനെ വീട്ടിലോട്ട് വന്നാൽ ഞാൻ ചാവും. ഇപ്പൊ തിരിച്ചായി. ഇപ്പൊ അങ്ങനെ ഞങ്ങളമ്മ വഴക്കുണ്ടായി കഴിഞ്ഞാൽ അമ്മയെ കരയുന്നത് ഇവിടെ കിടന്നിട്ട് വിളിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കര ലക്കി ആട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ഇഷ്ടം പോലെ വീട്ടുകാരുണ്ട്. പക്ഷെ ഞങ്ങൾ ലക്കിയാണ്. ഇപ്പൊ എന്റെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് കാര്യം അമ്മയോട് പറയും, അമ്മ പറഞ്ഞാ ചെയ്, ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ. നമുക്ക് അത്ര സപ്പോർട്ടാ. കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് അത് ആദ്യമേ ഒന്ന് ഇത് ചെയ്യാനുള്ള കുഴപ്പമുള്ളായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴേ ഇതേപോലത്തെ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അവര് ഇവിടെ വരുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കും ഇങ്ങനെ, നമ്മുടെ ഫ്രണ്ട്സിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും കാണിച്ചു. ഇപ്പൊ അവർക്ക് അതൊരു കുഴപ്പമില്ലാത്ത, കാരണം ആദ്യം അവർക്കൊന്നും അറിയില്ല. പത്തനംതിട്ടയല്ലേ, നാട്ടുമ്പുറം, കൊച്ചിയിലെ സത്യം പറഞ്ഞ ഈ നാട്ടുകാർ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ റിലേഷനെ പറ്റി. ഞാൻ SP ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇന്നതാണ്. അവർക്ക് ഇതെന്തിന്റെ പെറ്റീഷൻ എന്നൊക്കെ ചോദിച്ചതിനോട് പോലീസുകാരാണ് എന്ന് വെച്ചാൽ വിചാരിച്ച സാധാരണ ഒരു ആൺകൊച്ചും പെൺകൊച്ചും തമ്മിലല്ലേ ഇങ്ങനെ വരുന്നത്. അപ്പൊ അവരോട് പോലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കുറെ ഇത്തിരി നല്ല ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ.